ഹലോ. അങ്ങനെ കല്യാണത്തിന് പോകാൻ റെഡിയായി. പിറ്റേ ദിവസമായിരുന്നു കല്യാണം, ശനിയാഴ്ച. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഡി സെയിലിന് പോയപ്പോൾ കുറച്ച് സാരി എടുത്തായിരുന്നു. അതിലുണ്ടായിരുന്ന വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരിയാണ് കേട്ടോ ഇത്. റെഡ് ആൻഡ് ഗ്രീൻ വരുന്നത്. റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, വേറൊരു കളറാണ്. എനിക്ക് നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചിയാണ് ബ്ലൗസ് തയ്ച്ച് തന്നത്. നല്ല സൂപ്പറായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ഓഫീസിൽ. ഇപ്പോഴും കോളേജിൻ്റെ വിചാരം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ടാഗൊക്കെ തൂക്കി ടെസ്റ്റിനാണ് പോയത്. 12 തൊട്ട് 1 മണി വരെയായിരുന്നു എനിക്ക് ടെസ്റ്റ്. ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കല്യാണ സ്ഥലത്തോട്ട് പോയി. അപ്പം നല്ല ലേറ്റായിട്ടാണ് ചെന്നത്. അവരെല്ലാം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെന്ന പാടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ചേച്ചി ചേട്ടായി, പിന്നെ ഹണി ചേച്ചി, ചേച്ചിയുടെ കൊച്ച്, കൃഷ്ണൻ, എല്ലാവരും ഇരിപ്പുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഈ സദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ഹരമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സദ്യ. നോൺ വെജിനെ കഴിഞ്ഞും കൂടുതൽ ഈ ബിരിയാണിയൊക്കെ ഇല്ലേ, അതിനെ കഴിഞ്ഞും കൂടുതൽ എനിക്കിഷ്ടം സദ്യ തന്നെയാണ്. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ആ സമയമായപ്പോൾ ആളുകളൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. ഈ കല്യാണം അങ്ങനത്തെ ചടങ്ങുകൾക്കൊക്കെ കൂടുമ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിശേഷങ്ങളൊക്കെ അന്വേഷിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ഇത് കണ്ടു, ഇത് ഞാൻ അതിൻ്റെ തലേദിവസം പോയിട്ട് എൻ്റെ സാരിക്ക് ചേരുന്ന വള വാങ്ങിച്ചാണ് കഞ്ഞിക്കുഴിയിലൊരു ഷോപ്പിൽ നിന്ന്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വീഡിയോസൊക്കെ അമ്പാടിയാണ് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തത്. ഇതിനിടയ്ക്ക് നമ്മൾ അവൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പം ഞാൻ വീഡിയോ എടുക്കുവാണെന്ന് ആ ചേട്ടന് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ മനസ്സിലായപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് നമ്മൾ മുന്നേ കണ്ടത് കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പം കുറച്ച് ഔട്ട്ഫിറ്റൊക്കെ നമ്മൾ ഡള്ളായി പോയതുകൊണ്ട് ഒരു ഭംഗി കുറഞ്ഞു എന്ന് തോന്നുന്നു. മുല്ലപ്പൂ എല്ലാം വെച്ചിട്ട് ഈ കോലത്തിൽ ഞാൻ ഓഫീസിൽ പോയതൊന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഡെക്കറേഷൻസൊക്കെ. സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ഡെക്കറേഷൻസ് ആയിരുന്നു. സ്റ്റേജ് വന്ന് നോക്കിയപ്പോൾ അവിടുത്തെ പിള്ളേർ മാലയൊക്കെ ഇട്ടിട്ട് കല്യാണം കഴിക്കും കേട്ടോ, അവിടെ വന്ന പിള്ളേരൊക്കെ. പിന്നെ ലാസ്റ്റ് സമയമായി പോവാൻ വേണ്ടിയാണ് രണ്ടാളും കൂടെ. നേരത്തെ ഇറങ്ങണം, അവിടെ വരെ ചെല്ലണ്ടേ. അമ്മ കരയുന്നതിനമ്മ ഞാൻ കരയത്തില്ലേ, ഞാൻ നമ്മൾ കരഞ്ഞാ പോരെ. നീയും കരഞ്ഞോ? ഞാൻ അവസരം തരാം. ഇപ്പൊ കരയുന്നതിനാ. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് വീടിനടുത്തൊരു സ്ഥലത്ത് ഒരു ചെറിയ ഫോട്ടോഷൂട്ട് പോലെ ചെറിയ 2-3 ഫോട്ടോസ് എടുക്കാൻ പോയി. അപ്പം അത്രേ ഉള്ളൂ. എന്നാൽ ശരി, ബൈ ബൈ.